നമസ്കാരം, ഞാൻ രഹല കൃഷ്ണ. 28 വർഷത്തെ പ്രായവ്യത്യാസമുള്ള നായകനൊപ്പം റൊമാൻസ്. തങ്ക് ലൈഫ് വിവാദങ്ങളോട് പ്രതികരിച്ച് തൃഷ. മണിരത്നം കമൽഹാസന് ടീമിന്റെ തങ്ക് ലൈഫ് എന്ന സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയായ തങ്ക് ലൈഫിന് കമൽഹാസനും മണിരത്നവും 36 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുകയാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. ചിത്രത്തിന്റെ ടീസറും പാട്ടുകളുമെല്ലാം ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റാണ്. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ ഏറ്റവും അധികം ചർച്ചയായത് സിനിമയിലെ നായികമാരായ അഭിരാമി, തൃഷ എന്നിവർക്കൊപ്പമുള്ള കമൽഹാസന്റെ റൊമാൻറ്റിക് രംഗങ്ങളായിരുന്നു. 70കാരനായ കമൽഹാസന് നായികമാരായി എത്തിയ 2 താരങ്ങൾക്കും 40 വയസ്സാണ് പ്രായം എന്ന രീതിയിലാണ് വിമർശനങ്ങൾ വന്നത്. മകളുടെ പ്രായമുള്ളവർക്കൊപ്പം കമൽഹാസന് റൊമാൻസ് ചെയ്യുന്നത് ശരിയല്ലെന്ന രീതിയിൽ വരെ ചർച്ചകൾ നീണ്ടിരുന്നു. ഇപ്പോൾ പ്രായ വ്യത്യാസത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് നടി തൃഷ കൃഷ്ണൻ. അടുത്തിടെ മുംബൈയിൽ തന്നെ നടന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് പരിപാടിയിൽ തൃഷ പങ്കെടുക്കുകയായിരുന്നു. വിമർശനങ്ങളിൽ നടി പ്രതികരിച്ചതിങ്ങനെ: ഇത്തരം വിമർശനങ്ങളും ആക്രമണങ്ങളും താൻ നേരിടാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയ തൃഷ, കമൽഹാസനുമായുള്ള സ്ക്രീനിലെ ജോഡിയായുള്ള അഭിനയം മാന്ത്രികമായ ഒരു കാര്യമാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും തുറന്നു പറഞ്ഞു. ഈ സിനിമ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇത്തരം രംഗങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. ഇതൊരു മാജിക് ആയിരിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ സിനിമയുടെ ഭാഗമായിരുന്നില്ല. കരാറിൽ ഞാൻ ഒപ്പിടുക പോലും ചെയ്തിരുന്നില്ല. കമൽഹാസനും മണിരത്നത്തെയും ഒരുമിച്ച് കാണുമ്പോൾ അഭിനേതാക്കളായ നമ്മൾ ജോലി മറന്ന് അവരെ നോക്കി നിൽക്കില്ലല്ലോ, തൃഷ പറഞ്ഞു. ജൂൺ 5-നാണ് തങ്ക് ലൈഫ് തിയേറ്ററിലെത്തുന്നത്. നീണ്ട 37 വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനും മണിരത്നവും ഒന്നിക്കുന്ന സിനിമയാണ് തങ്ക് ലൈഫ്. ജോജു ജോർജ്, അഭിരാമി, ഐശ്വര്യ ലക്ഷ്മി, നാസർ, അശോക് സെൽവൻ, അലി ഫസൽ, പങ്കജ് ത്രിപാഠി, ജിഷു സെൻഗുപ്ത, സാനിയ മൽഹോത്ര, രോഹിത് ഷറഫ്, വയ്യാപുരി തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ, മദ്രാസ് ടാക്കീസ്, റെഡ് ജയന്റ് മൂവീസ്, ആർ മഹേന്ദ്രൻ, ശിവ അനന്ത് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം.